ജീവനുള്ള ആനയെ ഉപയോഗിക്കില്ല എന്ന് സ്റ്റാമ്പ് പേപ്പറിൽ ഇത് ഒപ്പിട്ട് തരുന്നവർക്ക് ഞങ്ങളും ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളും കൂടിയിട്ട് ജീവനുള്ള ഒരു ആനയുടെ ഉയരമുള്ള 800 കിലോ തൂക്കമുള്ള റോബോട്ട് ആനയെ ഞങ്ങൾ സൗജന്യമായിട്ട് ദാനം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 2 സംഘടനകളാണ് സ്പോൺസർ ചെയ്യണേ. ഈ സ്പോൺസർ ചെയ്ത 2 സംഘടനകളും കേരളത്തിൽ പുറത്തുള്ളവരുടെ പൈസയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള സിനിമാ താരങ്ങൾ, കേരളത്തിന് പുറത്തുള്ള ഈ മ്യൂസിക്കിന്റെ ടീമുകൾ, അതുപോലെ തന്നെ സ്പോർട്സിന്റെ ആളുകൾ, ഇവരൊക്കെയാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ ഈ 6.5 ലക്ഷത്തോളം ഉണ്ടാക്കാൻ ചെലവ് വരുന്ന റോബോട്ട് ആനകളെ ഞങ്ങൾ കൊടുക്കുന്നത് ജീവനുള്ള ആനയെ എഴുന്നള്ളിക്കില്ല എന്ന് ഇതിൽ ഒപ്പിട്ട് തരുന്ന അമ്പലത്തിന്റെ ഉടമസ്ഥന്മാർക്ക് ഞങ്ങൾ സൗജന്യമായിട്ട് ദാനം ചെയ്തു കൊടുക്കണം. ഇങ്ങനത്തെ ശരിക്കും വലിപ്പമുള്ള നല്ല ശരിക്കും ജീവനുള്ള ഒരു ആനയുടെ വലിപ്പം ഒരു 10 അടിയോളം ഉയരമുള്ള ആനയുടെ പ്രതിമയാണ്. അതൊരിക്കലും മറിഞ്ഞു വീഴില്ല. അതിന് നമ്മൾ ചക്രത്തിന് 4 പേരും ഉന്തിയാലും അത് നീങ്ങിക്കോളും. മാത്രമല്ല അതിന്റെ മുകളിലേക്ക് ഏണി വെച്ച ആൾക്ക് കയറാം, 4 പേർക്ക് കയറാം. അതിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ അനങ്ങും, ചെവി ആടും, വാലാടും, തുമ്പിക്കൈ ആട്ടും. അതിന്റെ മുകളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങണമെങ്കിലും കയറണമെങ്കിലും ഏണി ഉപയോഗിക്കണം. അങ്ങനെ ഒരു സൗകര്യം കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 23-ാമത്തെ ആനേനെയാണ് ഇപ്പോൾ 14-ാം തീയതി മാളയിലൊരു ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സംഭവം കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഫോറസ്റ്റ് മാഫിയക്കാർ ഇതുമാതിരത്തെ സംഭവങ്ങളിൽ ഇടപെടുന്നത്. ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടൊരു അർത്ഥമുണ്ട്. ഉത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു മാറ്റുക, സവ് എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ എടുത്തു മാറ്റുന്ന പ്രക്രിയക്കാണ് ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരു കാരണവശാലും ഈ പറഞ്ഞ കേൾക്കാത്ത ജീവിയായിട്ടുള്ള ആന മെരുക്കാൻ മാത്രം കഴിയുകയും ആളുകളായിട്ട് അടുത്ത് ഇടപെടാനായിട്ട് പ്രയാസമുള്ള ആനയെ പണ്ടത്തെ ആൾക്കാർ ഈ ഉത്സവ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല. പിന്നീട് ആനകളെ കൊണ്ടുവന്ന് നാട്ടുകാരെ കൊണ്ട് സ്പോൺസർ ചെയ്ത് കോടികൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ആനേനെ ഉത്സവപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്നതും ആനേനെ പീഡിപ്പിക്കുന്നു. ഈ ആനേനെ സ്പോൺസർ ചെയ്ത് പൈസ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുള്ളവരോ, ആനയെ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് എഴുന്നള്ളിക്കാൻ അയക്കുന്ന കോൺട്രാക്ടർമാരോ, ആനയ്ക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മൃഗസംരക്ഷണ വകുപ്പോ പോലീസിന്റെ ആളുകളോ റവന്യൂ ഉദ്യോഗസ്ഥന്മാരോ ഒന്നും പൂരപ്പറമ്പിലുണ്ടാവില്ല. പൂരപ്പറമ്പിൽ ഉണ്ടാവുന്നത് ഒന്നും അറിയാത്ത കുറെ നിരപരാധികൾ അവിടെ ഒന്ന് നിൽക്കുകയും ആന കാണിക്കുന്ന അക്രമങ്ങൾക്ക് ഭീകരമായിട്ട് അടിപ്പെട്ട് മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഈ ആന ഇടഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ട് അവിടെ വരിക വലിയ വലിയ മുളയില് ഇവരൊരു 100-150 മീറ്റർ നീളമുള്ളൊരു പടം ഇവരിലുണ്ടാവും. ഈ മുള ഇവർ ആനയുടെ അടുത്തുകൊണ്ട് പോയിട്ട് ഈ മുളയുടെ തട്ടത്ത് വലിയൊരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ആർച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ആർച്ച് ഒരു സ്പ്രിങ് തട്ടി കഴിഞ്ഞാൽ അത് മുഴുവൻ വൃത്തമായിട്ട് തീരും. ഈ വൃത്തത്തിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഉള്ളത് ഇരുമ്പ് മുള്ളാണ്. ഈ ഇരുമ്പ് മുള്ള് ഈ ആനയുടെ കാലുമ കുരുക്കാൻ വേണ്ടിയിട്ട് ഈ മുള ഈ ആനയുടെ കാലിന്റെ ഇടയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ അർദ്ധവൃത്താകൃതിയിലുള്ള സാധനം ഈ ആനയുടെ കാലുമ തൊട്ട് കഴിഞ്ഞാൽ അത് ഫുൾ സർക്കിളായിട്ട് തിരിഞ്ഞ് ഈ ആനേനെ കുടുക്കി അവിടെ ഇടും. പിന്നെ ഒരു 4 കാലം ഇതുപോലെ കുടുക്കി ആനേനെ പല രീതിയിൽ വലിച്ചു തിരിച്ചു കൊണ്ടുവന്ന് മരത്തിന്റെ അടിയിൽ കെട്ടുകയും ചെയ്യും. മാത്രമല്ല ചിലപ്പോൾ ഈ സ്ഥലത്തിൽ നിന്ന് തന്നെ ആന എടുത്ത് പൊക്കി കൊണ്ടുപോവുകയും ചെയ്യും. ഇതിന് നടക്കുന്ന വേറൊരു ഭീകര സംഭവം എന്താ വെച്ചാൽ ഇവർ ആനേനെ എഴുന്നള്ളിക്കണമെങ്കിൽ ആ ആനയുടെ എലിഫന്റ് ഡാറ്റാ ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ആനയുടെ ശരീരത്തിലുണ്ടോന്നും അതിൽ കാണുന്ന ഫോട്ടോയിലുള്ള ആളുകളാണോ അതിന്റെ പാപ്പന്മാരെന്നും അതിൽ കാണുന്ന ഫോട്ടോ ഉള്ള ആളാണോ അതിന്റെ ഉടമസ്ഥനെന്നും ചിത്രീകരിച്ച് അതിലത്തെ പേര് ആ എലിഫന്റ് ഡാറ്റാ ബുക്കിലുള്ള ആനയുടെ പേരും ആനയുടെ മൈക്രോചിപ്പ് കടലാസിലത്തെ പേരും ആനയുടെ ഇൻഷുറൻസ് കടലാസിലത്തെ പേരും ഒന്നാണോ എന്നും മാത്രമല്ല അതിലൊക്കെ ഉള്ള ഉടമസ്ഥന്റെ പേര് ഒന്നാണോ എന്നും ചെക്ക് ചെയ്തിട്ട് ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ ഈ ആനയ്ക്ക് എഴുന്നള്ളിക്കാനായിട്ട് അനുമതി നൽകാൻ പാടുള്ളൂ. മാത്രമല്ല ഈ ആന അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ആ ആനയോടെ പിടിച്ചു നിർത്തി ഈ ആനയുടെ എലിഫന്റ് ഡാറ്റാ ബുക്ക് ഈ ഫോറസ്റ്റുകാർ പിടിച്ചെടുത്തിട്ട് അതിൽ വ്യക്തമായിട്ട് ഈ ആന അവിടെ കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി ഒപ്പിട്ട് ആനയുടെ ബ്ലഡ് എടുത്ത് ആനയ്ക്ക് മതം ഉണ്ടോന്ന് പരിശോധിക്കാനായിട്ട് വെറ്ററിനറി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ട് ഈ ആനേനെ പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഹാജരാക്കാമെന്ന് പറഞ്ഞ് 50 രൂപയുടെ ഒരു ബോണ്ട് പേപ്പറിൽ എഴുതി ഒപ്പിട്ടിട്ട് ഉടമസ്ഥനെ നിന്ന് വാങ്ങിച്ചിട്ട് ആനേനെ അവിടെ വിടാൻ പാടുള്ളൂ, അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ അനധികൃത എലിഫന്റ് സ്ക്വാഡുകാർ വരികയും ആനയെയും ഉള്ളിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഈ വലിയ സാധനമൊക്കെ ഉപയോഗിച്ച് കയറ്റി ലോറി കയറ്റി ഫോറസ്റ്റുകാരും പോലീസ് പറഞ്ഞാൽ ഇവർ ആനയെ അവിടെ നിന്ന് എടുത്തുള്ളൂ. ഇതിപ്പോ ഇത് നിയന്ത്രിക്കാനായിട്ടും കേസെടുക്കാൻ പോലീസിന് സാധിക്കും. പോലീസിന് നേരിട്ട് കേസെടുക്കാം. പക്ഷേ പോലീസുകാർ ചെയ്യാണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളും മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്കെതിരെ വരുന്നുള്ളതുകൊണ്ട് അവർ ഉണ്ടാണ്ടിരിക്കുകയാണ്. ഈ ശല്യം ഈ ആന ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് വെച്ചിട്ടാണ് നടക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് വെങ്കിടാചലം എന്ന് പറയുന്ന തൃശ്ശൂർ അറിയപ്പെടുന്ന ഒരുപാട് പേർക്ക് അദ്ദേഹം അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ ആനപ്രേമി സംഘം എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് എന്ന ഒരു സംഘടന കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ മൃഗങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ ആന തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. അവരെയൊക്കെ പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന, ഇപ്പോൾ ഈ പാപ്പന്മാരൊക്കെ നടത്തുന്ന ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് വെങ്കിടാചലം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ചാലക്കുടി റേഞ്ചർ ഓഫീസറിനെ കാണാൻ വേണ്ടി വന്നേക്കാണ് ഒരു പരാതി നൽകാനായിട്ട്. എന്താണ് അതിന്റെ സംഭവം എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. പക്ഷേ എന്താണ് ഇപ്പോൾ ചാലക്കുടിയിലേക്ക് തൃശ്ശൂർ എന്നുള്ള ചാലക്കുടിയിലേക്കുള്ള വരവെന്താണ്? ഞാൻ പറയാൻ വെച്ചാൽ ഈ ചാലക്കുടി ഈ റേഞ്ച് ഓഫീസറുടെ കീഴിലുള്ള സ്ഥലത്താണ് വ്യാപകമായി ഇപ്പോൾ 2-3 മാസമായിട്ട് ഈ നാട്ടാനകളെ അനധികൃതമായി കൊണ്ടുവന്ന് അനധികൃതമായി എഴുന്നള്ളിക്കുകയും ചെയ്യുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേറെ വനംവകുപ്പ് നടപടിയെടുക്കില്ല എന്ന് മാത്രമല്ല ഈ പാപ്പാമാര് നാട്ടുകാരുടെ മേത്തിക്കും മാധ്യമപ്രവർത്തകരെ മേത്തിക്കൊക്കെ ഭീകരമായിട്ടുള്ള ആരോപണങ്ങളും ഭീഷണികളുമായി ചാടി വീഴുക എന്ന് പറഞ്ഞാൽ അത്
സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്കാണ്, അവിടെ എലിഫന്റ് സ്ക്വാഡ് വന്നിട്ട് അവിടേക്ക് പോകാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് പറയും. പക്ഷെ സത്യത്തിൽ ഈ എലിഫന്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞാല് എലിഫന്റ് സ്ക്വാഡ് എന്ന് പറയാനായിട്ട് ആധികാരികമായിട്ട് അധികാരമുള്ള ആളുകൾ മൃഗസംരക്ഷണ വകുപ്പിലത്തെ 2 ഉദ്യോഗസ്ഥന്മാരാണ്. അതൊന്ന് ഓരോ ജില്ലയിലത്തെ ചീഫ് വെറ്ററിനറി ഓഫീസറുടെ കീഴിലാണ് ഈ മയക്കുവെടി തോക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ മയക്കുവെടി തോക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അധികാരമുള്ള ഒരു മൃഗ ഡോക്ടറും ഓരോ ജില്ലയിലും ഉണ്ടാവും, ഒന്നിലധികം മൃഗ ഡോക്ടർ ഉണ്ടാവും. അപ്പൊ ഈ ചീഫ് വെറ്ററിനറി ഓഫീസറുടെ ഓഫീസിൽ സൂക്ഷിക്കുന്ന ഈ മയക്കുവെടി തോക്ക് ആനയെ മയക്കുവെടി വയ്ക്കാനായിട്ട്, ആന പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചെല്ലാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ വനംവകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ ആ തോക്കും കൊണ്ട് പോകുമ്പോൾ ജില്ലക്കകത്ത് ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും സാധാരണ. തൃശ്ശൂർ ജില്ലയിൽ 3-4 പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് പോകുമ്പോൾ ആന ഈ തോക്ക് ഉപയോഗിക്കണതിന് എന്തെങ്കിലും ചെയ്താൽ ആ തോക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥനും കൂടി പോകണം. ഇവര് 2 പേരടങ്ങുന്ന ടീമിനെ മാത്രമേ എലിഫന്റ് സ്ക്വാഡ് എന്ന് നിയമപ്രകാരം നിർവചിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ കുറെ പേര് നമ്മളിപ്പോ കാണുന്ന വെച്ചാൽ ഈ പാപ്പാമാരുടെ ഗുണ്ടകളും ആന കോൺട്രാക്ടർമാരുടെ ഗുണ്ടകളും കൂടി ചില വണ്ടികളിൽ എലിഫന്റ് സ്ക്വാഡെന്ന് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് പോയി നോക്കിയാൽ ഈ ആനയെ തളയ്ക്കാൻ പറഞ്ഞ ടീമിന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും എലിഫന്റ് സ്ക്വാഡെന്ന് അവര് DTP പ്രിന്റ് ചെയ്ത് ബനിയനിലും പാന്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചില ആനകളോടൊപ്പം പോകുന്ന ആളുകൾ എലിഫന്റ് സ്ക്വാഡാണെന്ന് പറഞ്ഞിട്ട് ഷർട്ടിലും പാന്റിലൊക്കെ എഴുതി വെച്ച് ഭംഗിയായിട്ട് നെഞ്ചും പിരിച്ചു നടക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഈ ആൾമാറാട്ടത്തിന് പോലീസ് കേസെടുക്കേണ്ടതാണ്. ഈ മൃഗസംരക്ഷണ വകുപ്പിലത്തെ 2 ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം അധികാരപ്പെട്ടിട്ടുള്ള ഈ എലിഫന്റ് സ്ക്വാഡ് എന്നുള്ള പേര് ഈ കണ്ട ഈ ഗുണ്ടകളായിട്ടുള്ള ആനപ്പാപ്പന്മാരും അതുപോലെ തന്നെ ആന കോൺട്രാക്ടർമാരും അവരുടെ ഗുണ്ടകളും കൂടിയിട്ട് ഇതിനെ എഴുതി കൊണ്ടു നടക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിയമലംഘനമാണ്. ഈ തൃശ്ശൂർ പൂരത്തിന് 24ഓളം വെറ്ററിനറി ഉദ്യോഗസ്ഥന്മാർ തൃശ്ശൂർ ആനകളെ പരിശോധിക്കാൻ പറ്റും. അവരുടെ 4-5 പേര് മയക്കുവെടുത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് എല്ലാ അധികാരമുള്ളവരാണ്. പക്ഷെ അവര് പോലും അവരുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ വെറും പേപ്പറിൽ എലിഫന്റ് സ്ക്വാഡെന്ന് ചെറുതായിട്ട് എഴുതി വണ്ടിയുടെ ഉള്ളിൽ ഗ്ലാസ്സിൽ ഒട്ടിക്കേ ചെയ്യുള്ളൂ. ആരും ഇത് പ്രിന്റ് ചെയ്തുകൊണ്ട് നടക്കാറില്ല. നമ്മളത് കാണുന്നത് വ്യാപകമായിട്ട് എലിഫന്റ് സ്ക്വാഡ് എന്നുള്ള പേര് വ്യാപകമായി മിസ്യൂസ് ചെയ്യുകയും അതിനെതിരെ നടപടിയെടുക്കാനുള്ള പോലീസുകാരോ മൃഗസംരക്ഷണ വകുപ്പുകാരോ വനം വകുപ്പുകാരോ ഒന്നും മിണ്ടാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ 2 പരാതികൾ കൊടുക്കാൻ വന്നു. ഈ മരത്തമ്പള്ളി ക്ഷേത്രത്തിൽ ആനടന്നപ്പോ അത് വീഡിയോ എടുക്കാനായിട്ട് ചെന്ന മാധ്യമപ്രവർത്തകരെ പാപ്പാൻ ഭീഷണിപ്പെടുത്തുകയും അവിടുത്തെ എലിഫന്റ് സ്ക്വാഡാന്നും പറഞ്ഞിട്ട് വ്യാജമായിട്ടുള്ള രൂപത്തിൽ വന്നിട്ടുള്ള ആൾക്കാർ കൂടി ആ പാപ്പാന് ചില സപ്പോർട്ടുകൾ നൽകുകയും അവിടുത്തെ വീഡിയോസ് പോലും ആരും എടുക്കരുതെന്നുള്ള രൂപത്തിൽ ആനയെ തളയ്ക്കാൻ വന്നവരെ ബാക്കിയുള്ളവരെ തടയുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് പാപ്പാനെ വരെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ കേസെടുത്തിട്ടുള്ള പാപ്പാൻ പ്രതിയായിട്ടുള്ള പാപ്പാന് വനം വകുപ്പ് മുന്നേ നൽകിയിട്ടുള്ള പാപ്പാൻ പരിശീലന സർട്ടിഫിക്കറ്റ്, അത് മാത്രമാണ് ഈ പാപ്പാന്റെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ്. ഇങ്ങനത്തെ കേസിൽ പെട്ടാൽ ആ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അധികാരമുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അന്ന് അവിടെ നടന്നിട്ടുള്ള സകല സംഭവത്തിന് ഉത്തരവാദികളെ കേസ് എടുക്കണം. ഈ ആനേനെ ഇങ്ങനെ മർദ്ദിച്ച് ഈ മുള്ളിജങ്ങലൊക്കെ ഇട്ട് വലിച്ചു കൊണ്ടുപോയ ആ ടീം അവിടെ ഇത് ചെയ്തു. അവിടെ ഉള്ളവരുടെ മേത്ത് എലിഫന്റ് സ്ക്വാഡ് എന്നല്ല എഴുതിയിട്ടുണ്ടായിരുന്നെ, ഒരു SPC എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അത് സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്നുള്ള സംഘടനയുടെ ആൾക്കാരാണ്. പക്ഷേ സംഘടന ആരാണെന്നോ എവിടെയാണെന്നാണെന്നോ ഇവരാരാണ് ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിയില്ല. ഫോറസ്റ്റുകാർ ഫോണിൽ കൂടെ പറഞ്ഞു ഞങ്ങൾ ആരും ഇത് പിടിക്കാൻ ചുമതലപ്പെടുത്തില്ല എന്ന് പറയുന്നു. മൃഗസംരക്ഷണ വകുപ്പ് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ആനയെ പിടിക്കാൻ ആരും ചുമതലപ്പെടുത്തില്ല എന്ന് പറയുന്നു. പോലീസും പറഞ്ഞു ഞങ്ങൾ ആരും ചുമതലപ്പെടുത്തില്ല. പക്ഷെ ഇവർ എങ്ങനെ അവിടെ വന്നു, ആനേനെ ഇങ്ങനെ മുകളിൽ ഞങ്ങൾ ഇട്ട് വലിച്ച് ഇവരെങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളത് ആർക്കും അറിയില്ല. ഈ ആനേനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ സമയമാണെങ്കിൽ എലിഫന്റ് ഡാറ്റ ബുക്കിൽ നോക്കിയിട്ട് ആനയുടെ മൊത്തം ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കി ആന അന്ന് അവിടെ കാണിച്ച എല്ലാ സംഭവങ്ങളും എലിഫന്റ് ഡാറ്റ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് ആനയുടെ ബ്ലഡ് എടുത്ത് മതം പരിശോധിക്കാനായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കി 50 രൂപയുടെ മുദ്രപത്രത്തിൽ ഈ ആനനെ പിന്നീട് ഹാജരാക്കിക്കോളാന്ന് പറഞ്ഞ് ആരോടെ മസ്തന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ആനേനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ. കൊണ്ടുപോകാനായിട്ട് ഈ വെറ്ററിനറി ഉദ്യോഗസ്ഥന്മാർ വേറൊരു സർട്ടിഫിക്കറ്റ് ട്രാൻസ്പോർട്ടേഷൻ വേറെ കൊടുക്കണം. ഇതൊന്നും ഇല്ലാണ്ടാണ് ഇവർ പല സ്ഥലത്തും ആനയുടെ നടത്ത് വന്നിട്ട് ഈ ടീമുകൾ വന്നിട്ട് ബഹളം ഉണ്ടാക്കണം. അതിന് പരാതി. പിന്നെ വേറെ സംബന്ധം വെച്ചാല് ഈ മൂർക്കനാട് അടഞ്ഞ ആന, മൂർക്കനാട് അടഞ്ഞ ആനേനെ അതിന് യാതൊരുവിധ ഉടമസ്ഥന്മാരുടെ സപ്പോർട്ടും ഇല്ലാന്നും അതിന്റെ പേർക്കുള്ള ഉടമസ്ഥന്മാരുടെ പേരൊക്കെ ഫേക്ക് ആണെന്നും പലരും മാറി 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 കൊണ്ടുവന്ന് ആനയ്ക്ക് മനുഷ്യനുമായിട്ടുള്ള ബന്ധമായിട്ട് പോയിരുന്നു. അതുകൊണ്ട് ഈ ആനേനെ വനം വകുപ്പ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് 2023 ഓഗസ്റ്റിൽ എറണാകുളത്തെ ഹൈക്കോടതിയിലത്തെ സിംഗിൾ ബെഞ്ച് ഈ ആനേനെ ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് കോടനാട് DFOക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ഉത്തരവാദിത്തമുള്ള വനം വകുപ്പ് ഏറ്റെടുക്കണമെന്ന് ഉത്തരവാദിത്തമുള്ളതാണ്. ആ ആനയുടെ പേര് പത്രത്തിലൊക്കെ എഴുതി വന്നത് ഗുരുജിയിൽ ബാലധാര എന്നാണ്. പക്ഷെ ആനയുടെ ശരിക്കുള്ള പേര് ഗണേശൻ എന്നാണ്. ഗണേശൻ. ഇതിന്റെ മൈക്രോ ചിപ്പിൽ പേരുള്ള ആളുടെ പേർക്കല്ല ഇപ്പൊ ഈ ആനയുള്ളത്. ഇതിന്റെ എലിഫന്റ് ഡാറ്റ ബുക്കിൽ പേരുള്ളത് ഒരു സ്ത്രീയുടെ പേരാണ്. മാത്രമല്ല ഇതിന് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളത് മൂർക്കനാടുള്ള ഒരു ആന കോൺട്രാക്ടറാണ്. ഏറ്റവും വലിയ രസം ഇതിന്റെ പേർക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണത് തൃശ്ശൂരിലുള്ള വേറൊരു കക്ഷിയാണ്. ഇങ്ങനെ ഒരാനയുടെ പേർക്ക് അതിന്റെ എലിഫന്റ് ഡാറ്റ ബുക്കിലുള്ള ഉടമസ്ഥന്റെ പേരല്ല ഈ 4 റെക്കോർഡിലുള്ളത്. ഈ 4 റെക്കോർഡിലുള്ള പേരും ഈ എലിഫന്റ് ഡാറ്റ ബുക്കിലില്ല. അതുകൊണ്ട് ഈ ആനയെ പിടിച്ചെടുക്കൊണ്ട് 2023 ഈ ഓർഡർ വന്നിട്ടും ഈ ആന തിരുവനന്തപുരം ഭാഗത്ത് രഹസ്യമായിട്ട് സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. ഇതിന് ഈ കൊല്ലം ഒരു പാപ്പാൻ ഇതിനെ തൃശ്ശൂർ കൊണ്ടുവന്നു. തൃശ്ശൂർ ഈ പാപ്പാന് എന്തിനും കൂടെ വന്നു വെച്ചപ്പോൾ അയാൾ ഈ ചാലക്കുടി ഡിവിഷനിൽ
ഒരു ആനയെ പീഡിപ്പിച്ച കേസിൽ 10 കൊല്ലം മുന്നത്തെ ഒരു കേസിൽ പ്രതിയാണ്. ഓ. അയാൾ ഒളിഞ്ഞു നടന്നിട്ട് ഇതിനെ അയച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമായിട്ട് അയാൾ കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തിട്ട് നടന്നിട്ട് അയാള് ആദ്യത്തെ ദിവസം ഈ ആനേനെ കഴിഞ്ഞ ജനുവരിയിൽ എവിടെ എഴുന്നള്ളിക്കൊണ്ടപ്പോ ആന ഇയാളെ ആക്രമിച്ചു. അയാളുടെ കാലിൽ കെട്ടുപുഴുണ്ട്, കാലിൽ കെട്ടുണ്ട്. ഈ പരിക്കുള്ളവൻ ആനയെ കൊണ്ട് നടക്കാൻ പാടുള്ളതല്ല. അത് കണ്ടി ആനയെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ പോലീസുകാർ പറയും ഇതിന് ഇടഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടാം, ഇടയാണ്ട് പോയിട്ട് നോക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒന്നും ഇത് എഴുന്നള്ളിച്ച ഒരു സ്ഥലത്തും ഇതിന്റെ എലിഫന്റ് ഡാറ്റ ബുക്ക് പോലീസോ വനം വകുപ്പോ വനം വകുപ്പോ ഈ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ആ കോടതി വിധി ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ആനേനെ അടിയന്തരമായിട്ട് പിടിച്ചെടുക്കാനായിട്ട് വനം വകുപ്പിന് റിപ്പോർട്ട് ഇറങ്ങുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ ഒരു നടപടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ ചാലക്കുടിയിലത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും പ്രതികരിച്ചിട്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നതായിരിക്കും. ഈ ആനേനെ അടിയന്തരമായിട്ട് വനം വകുപ്പ് ഏറ്റെടുത്ത് കൊണ്ടുപോകണം. ഇതിപ്പോ എങ്ങനെ ഈ സാധനം തിരുവനന്തപുരത്തുള്ള ആന ഇങ്ങനെ കുറെ പേരെ പേരിൽ കൈകളിലേക്ക് ആയി എന്നുള്ളൊരു വലിയ പൈസയാണ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, മൃഗസംരക്ഷണ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്കൊക്കെ ഒരു ദിവസം 5000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുത്താലും ഇവർ ഈ ആനയ്ക്ക് യാതൊരു കുഴപ്പമില്ലാന്നും ഈ എലിഫന്റ് ഡാറ്റ ബുക്കിലുള്ള പേരുകളൊക്കെയാണ് ബാക്കി മൈക്രോ ചിപ്പിലും അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് രേഖയിലും ഹെൽത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേരൊക്കെ ഒന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കണി കണ്ടൊക്കെ എഴുതി കൊടുക്കും. ഏറ്റവും വലിയ സംഗതി 2012 നാട്ടാന പരിപാടി നിയമപ്രകാരം ആനയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 6 ഷീറ്റുള്ള ഒരു പേജാണ്. ഈ 6 ഷീറ്റുള്ള പേജിൽ ഈ എലിഫന്റ് ഡാറ്റ ബുക്കിലത്തെ വിവരങ്ങൾ, ആനയുടെ പേര്, ഡീറ്റെയിൽസ് ആണ്, ഉടമസ്ഥന്റെ പേര് എഴുതണം, മൈക്രോ ചിപ്പിലുള്ള പേര് എഴുതണം, ആനയുടെ പേര് എഴുതണം, ആനയുടെ ഉടമസ്ഥന്റെ പേര് എഴുതണം, അതുപോലെ ഇൻഷുറൻസിലത്തെ ആനയുടെ പേര് എഴുതണം, ഉടമസ്ഥന്റെ പേര് എഴുതണം, പിന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ആനയുടെ പേരും ഉടമസ്ഥന്റെ പേര്. ഇത് 4 ഒരേ പേരായിരിക്കണം. പക്ഷെ ഈ ആനയുടെ കേസിൽ ഈ 4 പേര് 4 തരത്തിലാണ് കിടക്കുന്നത്. മാത്രമല്ല ഈ ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആർക്കും അധികാരമില്ല. വനം വകുപ്പ് പിടിച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ആനേനെ ഒരു സ്ഥലത്തോണ്ട് എഴുന്നള്ളിക്കാനായിട്ട് അനുമതി കൊടുക്കാനും ഒരു വെറ്ററിനറി ഡോക്ടർക്കോ ഒരു റേഞ്ച് ഓഫീസർക്കോ ഒരു പോലീസിന് അധികാരമില്ല. അപ്പോൾ വനം വകുപ്പ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ആന നാടുകൾ എഴുന്നള്ളിച്ചുകൊണ്ട് കിടക്കാന്ന് മാത്രമല്ല ഒരു സ്ഥലത്ത് എഴുന്നള്ളിക്കാൻ വന്നിട്ട് ആന അമ്പലത്തിലെ പല സാധനങ്ങളും നശിപ്പിക്കണം. അർദ്ധരാത്രിയാണ് ഈ ആന ഓടുന്നത്. രാത്രി ആനയ്ക്ക് കിടന്നുറങ്ങാൻ സമയം കൊടുക്കേണ്ട നേരമാണ്. പകൽ കൂടെ എഴുന്നള്ളിച്ചാൽ രാത്രി എഴുന്നള്ളിക്കുമ്പോൾ ആനയ്ക്ക് സ്ട്രെസ്, ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റില്ല. കാലാവസ്ഥ ഭയങ്കരമാണ്. ഒരു പകല് വെള്ളം കൊടുക്കില്ല. പകല് വെള്ളം കൊടുക്കാത്ത ആനയ്ക്ക് രാത്രി ഭയങ്കരമായിട്ടുള്ള സംഭ്രമം ഉണ്ടാവും, സമ്മർദ്ദം ഉണ്ടാവും, ഇതിന് ആളുകളെ ആക്രമിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അവിടെ ഓടിപ്പോ ഈ ഇരിഞ്ഞാലക്കുടയിലും അതെ ഈ മറ്റേ മൂർക്കനാട് ഇറന്നപ്പോഴും അതിന്റെ 2 പാപ്പാമാരെ അവിടെ നിന്ന് മാറിക്കാൻ കാരണം ആ പാപ്പാമാരെ ആന ആക്രമിക്കുന്നുണ്ട് അവർ മാറിയെന്നാണ്. അവരാനെ പിടിക്കുകയോ ഈ ആന അവിടെ തന്നെ. പക്ഷെ അവര് ചെയ്യാണ്ട് ഈ ആന ഇടഞ്ഞു കൊടുക്കുന്നു. മുകളിലുള്ള ആൾക്കാർ എന്തൊക്കെയോ കാണിക്കുന്നു. ഈ ആൾക്കാർ മരിച്ചാൽ അവിടെ സംഭവിക്കുക എന്താ വെച്ചാല് ഈ മരിച്ചു പോയ ഒരു ആന തങ്ങളെ ആക്രമിച്ചിട്ടാണ് മരിച്ചതെന്ന് സാക്ഷി പറയണം. ആന ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കണം. ചൂണ്ടിക്കാണിക്കണേ അവരെ ആന ഏതാന്നുള്ള രേഖ വേണം. മാത്രമല്ല ഈ ആന ഈ ആളെ ആക്രമിക്കുമ്പോൾ ഇയാൾ ആനയുടെ അടുത്തേക്ക് പോയതാണോ ആന ഇയാളുടെ അടുത്തേക്ക് വന്നാണോ എന്നുള്ളത് കൂടെ അവർ തെളിയിക്കേണ്ടി വരും. ആനയുടെ അടുത്തേക്ക് ഇയാൾ അനാവശ്യമായിട്ട് പോയി എന്ന് അമ്പലക്കാർ വായിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. മാത്രമല്ല ഈ മരിച്ചുപോയ ആൾക്ക് വ്യക്തമായിട്ടുള്ള രേഖ പ്രകാരം ഒരു ദിവസം എത്ര വരുമാനം ഉണ്ടെന്ന് അയാൾക്ക് തെളിയിക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ ഇതിന് നഷ്ടപരിഹാരം കിട്ടുള്ളൂ. ഇവര് ഇൻഷുറൻസ് ഉണ്ടെന്നൊക്കെ പറയാം. ആനയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നൊക്കെ, ആന വെടിക്കിട്ട് അപകടം ഉണ്ടായാൽ ഇൻഷുറൻസിന് ഞങ്ങൾ പ്രീമിയം അടച്ചിരുന്ന ഉത്സവ സംഘടകർ പറഞ്ഞാലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ 10 പൈസ കൊടുക്കില്ല. പൈസ പിടിച്ചു വാങ്ങിക്കാനുള്ള ചുമതല മരിച്ചുപോയവരുടെ വീട്ടുകാർക്കാണ്. അവര് പലവിധ തെളിവുകൾ ഇൻഷുറൻസ് കമ്പനിയും ഈ അമ്പലക്കാരും ചോദിക്കുന്നത് കൊടുക്കേണ്ടി വരും. ഈ കൊടുക്കേണ്ടി വരാന്ന് പറയുമ്പോൾ ആന ഏതാണെന്നോ വെടിക്കിട്ട അപകടം ഉണ്ടാക്കിയ ആളെ ഏതാണെന്നോ വ്യക്തമായിട്ടുള്ള ധാരണ ഈ ഉത്സവത്തിന് വന്നിട്ട് മരിച്ചു പോയവർക്കില്ലെങ്കിൽ അവർക്ക് 10, 30, 40 വർഷം കഴിഞ്ഞാലും 10 പൈസ നഷ്ടപരിഹാരം കിട്ടുന്നല്ല. ഉത്സവങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഉത്സവങ്ങളായിക്കോട്ടെ, പെരുന്നാളുകളായിക്കോട്ടെ, എത്രയോ ആളുകളുടെ പ്രയത്നഫലമാണ് ഒരു വർഷത്തിലൊരിക്കൽ വരുന്നത്. അത് ഈ വന്യതയിൽ വിഹരിക്കേണ്ട ഒരു മൃഗത്തെ ഇതുപോലെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അതിനെ നമ്മളെ പോലുള്ള ആളുകളുടെ സന്തോഷത്തിന് വേണ്ടി നെറ്റിപ്പട്ടമൊക്കെ കെട്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഈ കാലാവസ്ഥയിൽ അതൊന്നും മതം പൊട്ടി അത് ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ആളുകളാണ് മരിക്കുന്നത്, അത്രയും നാളത്തെ പരിശ്രമമാണ് നശിക്കുന്നത്. ഇതൊന്നും ഇനിയും ആരും ചിന്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സർക്കാർക്ക് നടപ്പിലാക്കി കൊടുത്തിട്ടുള്ള നാട്ടാന പരിപാലന ചട്ടം പരസ്യമായിട്ട് ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് വെങ്കിടാചലം എന്ന് പറയുന്ന നമ്മുടെ തൃശ്ശൂരുള്ള നമ്മുടെ മാഷ് ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ റേഞ്ചർ ഓഫീസറെ കാണാൻ വരികയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഇതിന് നീതിയുക്തമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. സർക്കാർ പറഞ്ഞിട്ടുള്ള ചട്ടങ്ങൾ അതെങ്കിലും കൃത്യമായി പാലിക്കാനായിട്ട് ഇടപെടൽ ഈ പാപ്പന്മാരും മറ്റ് സംഘാടകരും ചെയ്യണമെന്ന് മാത്രമാണ് ഈ നിമിഷം പറയാനുള്ളത്. നന്ദി, നമസ്കാരം. മാഷെ, നന്ദി, നമസ്കാരം.